നമസ്കാരം. ഇത് ഇസ്രായേലിലെ ചെങ്കടൽ തുറമുഖ നഗരമായ എയിലാത്തിൽ നങ്കൂരമിട്ട US-ന്റെ യുദ്ധക്കപ്പൽ ഡെൽബർട്ട് ഡി ബ്ലാക്ക് വാർത്താ ഏജൻസികൾ പുറത്തുവിട്ട ചിത്രമാണ്. ബാലിസ്റ്റിക് മിസൈലുകൾ പ്രതിരോധിക്കാനുള്ള സംവിധാനം അടക്കം ഉൾക്കൊള്ളുന്നതാണത്രേ ഈ യുദ്ധക്കപ്പൽ. ഇറാന്റെ കരുത്തുകളിൽ ഒന്നാണ് ബാലിസ്റ്റിക് മിസൈൽ. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി തകർത്താൽ പകുതി വിജയം എന്നാണ് ഇസ്രായേൽ ട്രംപിന് നൽകിയ ഉപദേശം. നെതന്യാഹുവിന്റെ വാക്കുകേട്ട് അതിനെതിരായ നീക്കം അമേരിക്ക ഇസ്രായേൽ പിന്തുണയോടെ നടത്തുകയാണ് എന്ന വാർത്തകൾ പുറത്തുവരികയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ തീരത്തെ യുദ്ധക്കപ്പലിന്റെ സജ്ജീകരണം. ചുരുക്കത്തിൽ ഇറാനെതിരായ നീക്കം ഇസ്രായേലും അമേരിക്കയും കൂടി ചേർന്ന് ഒത്തൊരുമിച്ച് നടക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. വേണ്ടി വന്നാൽ ഇസ്രായേലിനെതിരായ ആക്രമണം പഴയതുപോലെ ആ യുദ്ധത്തിന്റെ തുടർച്ചയായി ഇറാൻ നേതൃത്വം നൽകി നടത്തിയാൽ തിരിച്ചടിക്കാനുള്ള സാഹചര്യം, അതിനുള്ള അരങ്ങ് ഒരുക്കുക എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുക. എന്നാൽ യുദ്ധഭീതി പടരുന്ന ഘട്ടത്തിൽ ഇറാൻ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നുമില്ല. US-ൻ്റേത് പതിവ് പോലെ പേടിപ്പിക്കൽ പരിപാടി തന്നെയാണോ, ട്രംപിന്റെ കുതന്ത്രങ്ങളിൽ ഒന്ന് മാത്രമാണോ എന്ന സംശയം നിലനിൽക്കുകയും ചെയ്യുന്നു. ഇറാൻ ഇറങ്ങിപ്പുറപ്പെട്ടാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ട്രംപിന്റെ മാനസികാവസ്ഥയാണെങ്കിൽ പ്രവചനാതീതവുമാണ്. നിലവിലെ സാഹചര്യം സങ്കീർണമാണ്. എന്താണ് സ്ഥിതി എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. US-ന്റെ ഏകപക്ഷീയമായ കടന്നുകയറ്റത്തിന് ഇറാനും ഇരയാക്കപ്പെടുമോ എന്ന ആശങ്ക ലോകമാകെ ഉയർന്നു വരികയാണ്. എന്നാൽ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇറാനും തിരിച്ചടിക്കും എന്ന് പ്രഖ്യാപിച്ച സാഹചര്യം യുദ്ധഭീതിയിലേക്കാണ് നയിക്കുന്നത്. ഏറ്റവും ഒടുവിൽ US നാവികസേനയുടെ മിസൈൽ ഡിസ്ട്രോയൽ ഇസ്രായേൽ തീരത്ത് നങ്കൂരമിട്ടതോടെ പശ്ചിമേഷ്യ ആകെ യുദ്ധഭീതിയിലായി. ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങിയിറങ്ങിയ US-ന്റെ വിമാനവാഹിനി കപ്പലടങ്ങുന്ന വമ്പൻ സൈനിക വ്യൂഹം നീങ്ങുന്നതിന് പിന്നാലെയാണ് പുതിയ സംഭവവികാസങ്ങൾ. ഇസ്രായേലിലെ ചെങ്കടൽ തുറമുഖത്ത് നങ്കൂരമിട്ട ഈ യുദ്ധക്കപ്പലാണ് പ്രധാനമായി ചർച്ചയിൽ ഇപ്പോഴുള്ളത്. ടോമാഹോക്ക് ക്രൂസ് മിസൈലുകൾ വഹിക്കുന്ന യുദ്ധക്കപ്പലാണ് ഇത്. ഒപ്പം ബാലിസ്റ്റിക് മിസൈലുകളെ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളും. ഇറാന്റെ പ്രധാന ആയുധങ്ങളിലൊന്ന് ബാലിസ്റ്റിക് മിസൈലുകളാണ്. നമുക്കറിയാം, നേരത്തെ ഇസ്രായേലുമായിട്ടുള്ള സംഘർഷത്തിനിടെ പ്രയോഗിച്ച കാര്യങ്ങൾ, ഇസ്രായേലിന് പിന്മടങ്ങേണ്ടി വന്ന അവസ്ഥ, ഇസ്രായേലിന് ഇറാൻ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയത് ആ ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കമുള്ള ആയുധങ്ങളുടെ പേരിലാണ്. ഈ സാഹചര്യത്തിൽ യുദ്ധ ഭീഷണി മുഴക്കിയ US-ന് പിന്തുണ നൽകുന്ന ഇസ്രായേലിനെതിരെ ഇറാൻ ആക്രമണം നടത്തുകയാണെങ്കിൽ പ്രതിരോധിക്കുക എന്നത് കൂടി ഉദ്ദേശിച്ചാണ് കപ്പൽ വിന്യാസം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൈനിക നടപടി ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ചർച്ചകൾക്ക് തയ്യാറാണ് എന്നും സൂചന നൽകിയിട്ടുണ്ട്. എങ്കിലും മേഖലയിലെ സാഹചര്യം പക്ഷേ അത്ര എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാവുന്നതല്ല, സങ്കീർണമാണ്. US-ന്റെ നിലപാട് ആശങ്കയുണ്ടാക്കുന്നതാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ വാർത്തകൾ പ്രകാരം US ആക്രമണത്തിന് ഒരുങ്ങിയിട്ടുണ്ട്. ഇറാൻ ആണവ നിലയത്തിൽ കമാൻഡോ ഓപ്പറേഷൻ അടക്കം വിപുലമായ സൈനിക നീക്കങ്ങൾ പരിഗണിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം ഇറാനോ, അവർ വെറുതെ ഇരിക്കുന്നുമില്ല. US-ന്റെ നീക്കം നേരത്തെ തിരിച്ചറിഞ്ഞ് മുൻകരുതലുകൾ എടുത്തു എന്നത് മാത്രമല്ല, ഇറാൻ തിരിച്ചടിക്കാനുള്ള സാധ്യതകളും തേടുന്നുണ്ടത്രേ. ഇങ്ങോട്ട് ആക്രമണം ഉണ്ടായാൽ സകല ശേഷിയും ഉപയോഗിച്ച് തിരിച്ചടിക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. US ആക്രമിച്ചാൽ പ്രതിരോധിക്കാനായി 1000 പുതിയ സ്ട്രാറ്റജിക് ഡ്രോണുകൾ ഒരുക്കിയതായി ഇറാൻ പരസ്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല, പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സൈനിക താവളങ്ങളെയും വിമാനവാഹിനി കപ്പലുകളെയും ആക്രമിക്കും എന്ന് ഇറാൻ പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി തകർക്കാനുള്ള അമേരിക്കയുമായി ചേർന്ന് സംയുക്ത ആക്രമണത്തിനുള്ള ഇസ്രായേലിന്റെ ഒപ്പം ചേർന്നുള്ള പദ്ധതി. സംഘർഷ സാധ്യത പടരുന്നതിനിടയിൽ മധ്യസ്ഥതയ്ക്കായി തുർക്കി രംഗത്തെത്തിയതാണ് രണ്ടാമത്തെ മറ്റൊരു സംഭവവികാസം. തുർക്കി പ്രസിഡന്റ് എർദോഗൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമായി ചർച്ച ചെയ്തതിന് പിന്നാലെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ചർച്ചകൾക്കായി തുർക്കിയിലെത്തിയെന്നും വാർത്തകളുണ്ട്. സംഘർഷ സാഹചര്യത്തിൽ UN സെക്രട്ടറി ജനറലും പ്രതികരണവുമായി എത്തി. വിനാശകരമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുന്ന സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ചർച്ചകൾ വേണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെടുകയും ചെയ്തു. അതിനിടയിൽ ഇറാനിലെ സ്ഥിതി സങ്കീർണമാക്കുന്ന ഉപരോധ നടപടികൾ കടുപ്പിക്കാൻ യൂറോപ്യൻ യൂണിയൻ നടപടികളിലേക്ക് നീങ്ങുന്നു എന്നതാണ് മൂന്നാമത്തെ കാര്യം. ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭത്തിൽ സർക്കാർ നടപടികൾക്കെതിരെ യൂറോപ്യൻ യൂണിയനും രോഷം പ്രകടിപ്പിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ യൂറോപ്യൻ യൂണിയൻ ഇറാന്റെ അർദ്ധ സൈനിക വിഭാഗമായ റവല്യൂഷണറി ഗാർഡിനെ ഭീകര സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളെ റവല്യൂഷണറി ഗാർഡിനെ ഉപയോഗിച്ച് അടിച്ചമർത്തിയെന്നും പൊതുജനങ്ങൾക്ക് എതിരായി ഉപയോഗിച്ചു എന്നും ആരോപിച്ചാണ് നടപടി.
യൂറോപ്യൻ യൂണിയനിലെ വിദേശകാര്യ മന്ത്രിമാർ ഐകകണ്ഠ്യേനയാണ് തീരുമാനം കൈക്കൊണ്ടത് എന്ന് യൂറോപ്യൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റും EU വിദേശകാര്യ വിഭാഗം അധ്യക്ഷനുമായ കായ കാലസിനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇറാനെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ അമേരിക്കയ്ക്ക് യൂറോപ്യൻ യൂണിയന്റെ പിന്തുണ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയാണ്. കാരണം ഉപരോധത്തിന് അപ്പുറത്ത് ട്രംപിന്റെ സമീപകാലത്തെ യുദ്ധനീക്കങ്ങളെ ഒന്നും യൂറോപ്യൻ യൂണിയൻ അകമഴിഞ്ഞ് പിന്തുണച്ചിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഗ്രീൻലാൻഡിൽ മേലുള്ള കടന്നുകയറ്റത്തിലും വിരുദ്ധ നിലപാട് യൂറോപ്യൻ യൂണിയൻ സ്വീകരിച്ചു. മാത്രമല്ല നാറ്റോ കടുത്ത എതിർപ്പും പ്രകടിപ്പിച്ചു. അവിടെ അമേരിക്കയെ വേണ്ടി വന്നാൽ നേരിടാൻ കാനഡയ്ക്ക് സഹായവുമായി രംഗത്തിറങ്ങുകയും ചെയ്തു മറ്റൊരു സാഹചര്യത്തിൽ. ഒപ്പം മാത്രമല്ല അതിനപ്പുറത്ത് യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്കയുടെ ഇരട്ടത്താപ്പും അവരുടെ എതിർപ്പിന് വിധേയമായി. ഈ സാഹചര്യത്തിൽ ഇറാനോട് കടുത്ത വിയോജിപ്പുകൾ ഉള്ളപ്പോൾ തന്നെ യുദ്ധത്തിലേക്ക് പോയാൽ പിന്തുണക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നത് അവ്യക്തമാണ് EU രാഷ്ട്രങ്ങളുടെ നിലപാടിൽ. അതേസമയം US ആക്രമണത്തിന് തുനിഞ്ഞാൽ അത് വിവിധ സൈനിക താവളങ്ങൾ മുൻനിർത്തിയാകും എന്നാണ് ഇറാൻ കരുതുന്നത്. തിരിച്ചടിക്കാനുള്ള പ്ലാനും അത് മുൻനിർത്തിയാണ്. നിലവിൽ പശ്ചിമേഷ്യയിൽ പലയിടത്തായി അമേരിക്കയ്ക്ക് താവളങ്ങളുണ്ട്. അമേരിക്ക ആക്രമിച്ചാൽ ഇറാന്റെ പ്രത്യാക്രമണം ഈ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടായിരിക്കും. നിലവിൽ ഇസ്ലാമിക് സ്റ്റേറ്റിനെ പ്രതിരോധിക്കാൻ എന്ന പേരിൽ ഇറാഖിൽ അമേരിക്കയുടെ സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. നിലവിൽ തന്നെ കുവൈത്തിൽ അമേരിക്കയ്ക്ക് ആരിഫ് ജാൻ, അലി അൽ സലേം എയർബേസ് തുടങ്ങിയ സൈനിക താവളങ്ങളുണ്ട്. യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്ന് വാർത്തകൾ പറയുന്നു. ബഹ്റൈനിൽ അമേരിക്കൻ നാവികസേന നിലയുറപ്പിച്ചിട്ടുണ്ട്. ഖത്തറിലെ അൽ ഉദൈദ് എയർബേസിലും അമേരിക്കയുടെ സൈനികരുണ്ട്. ഖത്തറിൻ്റെ കാര്യം നമുക്ക് നേരത്തെ അറിയാം. ഇസ്രായേൽ സംഘർഷത്തിൻ്റെ തുടർച്ചയായിട്ടുണ്ടായ ഇറാൻ ആക്രമണവും ഒക്കെ നമുക്കറിയാം. അന്ന് അമേരിക്ക ഇടപെട്ടതും സൈനികരെ കൊണ്ട് നടത്തിയ നീക്കങ്ങളും ഒക്കെ നമുക്കറിയാം. UAE അൽ ദഫ്ര എയർബേസിലും അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉണ്ട്. അമേരിക്ക ആക്രമിച്ചാൽ ഇറാൻ ഉടനടി അമേരിക്കൻ വ്യോമത്താവളങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടും എന്നുള്ളത് ഉറപ്പാണ്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക ആക്രമണം നടത്തിയപ്പോൾ അൽ ഉദൈദ് സൈനിക താവളത്തിലേക്കാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തിയത്. അന്നത്തെ സാഹചര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇറാനെ വളഞ്ഞിട്ട് ആക്രമിക്കാനാണ് അമേരിക്കയുടെ ലക്ഷ്യം എങ്കിലും ഇറാന്റെ കരുത്തിനെ പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങൾ വില കുറച്ച് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ മറ്റു രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. യൂറോപ്യൻ യൂണിയൻ അടക്കം എന്ത് നിലപാടെടുക്കും എന്നതും പ്രധാനമാണ്. കാരണം യൂറോപ്യൻ യൂണിയന്റെ സമീപകാല നിലപാടുകൾ അമേരിക്കയെ കണ്ണടച്ച് പിന്തുണക്കുന്നതും അല്ലതാനും. നമുക്ക് കാത്തിരുന്ന് കാണാം. യുദ്ധമില്ലാത്ത കാലം തന്നെ തുടരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇറാന്റെ പരമാധികാരത്തിന്മേൽ അമേരിക്ക കടന്നു കയറി ആക്രമണം നടത്തുക എന്നത് ലോകനീതിക്കപ്പുറത്താണ് എന്നുള്ള പൊതുധാരണ നിലവിൽ ഉണ്ട് താനും. ഒപ്പം ട്രംപിന്റെ സമീപകാലത്തെ മറ്റ് രാഷ്ട്രങ്ങളുടെ മേലുള്ള ഇടപെടലുകൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളെ പോലും ആകുലപ്പെടുത്തി എന്നുള്ള യാഥാർത്ഥ്യം കൂടി നിലവിലുണ്ട്. അതുകൊണ്ട് ട്രംപിന്റെ വെല്ലുവിളിക്കപ്പുറത്തേക്ക് ഈ കാര്യങ്ങൾ എത്തില്ല എന്ന് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.